ടി പി സെൻകുമാർ, ഇതിൽ ഈ തിരുനാവായയുടെ നവാമുകുന്ദൻ്റെ മണ്ണിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച, അവിടെ അക്ഷരാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറുകളാകുന്നത് നമുക്കൊക്കെ ദിശാബോധം നൽകുന്ന സന്യാസി ശ്രേഷ്ഠർ തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയാൽ ഒരുപക്ഷെ അങ്ങ് സേവന മുഖരിതമായി നിൽക്കുന്ന കർമ്മപഥത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരു സന്തോഷ് മാധവൻ്റെ പേരും പറഞ്ഞ് നാട്ടിലെ മുഴുവൻ കാവ്യവസ്ത്രധാരികളെയും ഇങ്ങനെ അപമാനിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് തിരുനാവായയുടെ നിളാതീരത്തെത്തുന്ന സന്യാസി വര്യന്മാരെ കൂടെ നിൽക്കാനും അവരോടൊപ്പം ഒന്നൊരു ഫോട്ടോ എടുക്കാനും കുതിക്കുന്ന ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളം മാറുകയാണ്. ഇങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും മാറ്റങ്ങൾ നമുക്ക് സ്പഷ്ടമായി കാണാം. ഇതൊരു പോസിറ്റീവ് കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ ഞാൻ ഈ സമയത്ത് കണ്ണൂർ ജില്ലയിൽ അതീടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തതാണ്. 13 വർഷത്തിന് ശേഷമാണ് അവിടെ ഇത് നടക്കുന്നത്. നല്ല ജനങ്ങൾ കൂട്ടം ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണത്. അതിൽ പക്ഷേ ആരും അവിടെ മന്ത്രി ശ്രീ OK കേളുവാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇന്നലെ വന്നില്ല, ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു. വന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, അവിടെ ഒരാളും ഒരു രാഷ്ട്രീയം പറഞ്ഞില്ല. പക്ഷെ ഒരാൾ അതിനെ വക്രീകരിക്കാനായിട്ട് വലിയൊരു ശ്രമം നടത്തി. കാരണം അവിടെയുള്ള കാവുകളെല്ലാം അധസ്ഥിത ജാതിക്കാരുടേതാണെന്നും അവരുടെ ദൈവങ്ങളാണ് അവിടെയുള്ളതെന്നും, നമ്മൾ ഇരിക്കുന്ന കാവ് തന്നെ അധസ്ഥിത ജാതിക്കാരുടെ അല്ലായിരുന്നു. അതുപോലെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത്, എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ കാവുകളും എല്ലാമുണ്ട്. അവിടെ മറ്റ് ഹിന്ദു ശിവനും വിഷ്ണു അടക്കമുള്ള എല്ലാ ദേവതകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം നടത്തി ആ ജനങ്ങളെ തട്ടിക്കാനായിട്ടൊരു ഇത് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ സാമാന്യം സക്സസ്ഫുള്ളായിട്ട് ചിലർക്ക് കുറേ വർഷങ്ങളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് മാറി വരുന്നു. കാരണം അവിടേക്കെല്ലാം വെളിച്ചം കടന്നു വരുന്നുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പ്രവാഹം എല്ലായിടത്തും എത്തുന്ന സമയത്ത് ഇതിന് വലിയ മാറ്റം വരും. കാരണം അപ്പോഴിപ്പോൾ ശബരിമലയിൽ ചെയ്ത പോലെ ഈ ചടങ്ങുകളെല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഇവരെല്ലാം വരും. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഒരു ലീഗൽ സാങ്ക്ടിറ്റി കൊടുക്കണം. ആ ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് അത് വിശ്വാസമില്ലാത്ത കുറേ ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ക്ഷേത്രഭരണം കൊണ്ട് നടത്തേണ്ടതെന്ന് പ്രധാനമായിട്ടും ശബരിമലയും ഗുരുവായൂരും അതുപോലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മോഷണങ്ങൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഞാൻ 2017 മുതൽ ടേക്കപ്പ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 3rd ലിസ്റ്റ് അനുസരിച്ച്, അത് കൺകറൻറ്റ് ലിസ്റ്റാണ്, അതിലെ ഐറ്റം 28 അനുസരിച്ച് ഈ റിലീജിയസ് ആയിട്ടുള്ള എൻഡോമെൻറ്റ്സ് എല്ലാം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം, അതെല്ലാം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദവി എന്ന് പറയുന്നത്, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമമുണ്ടാക്കാം. പക്ഷേ ആർട്ടിക്കിൾ 254 പ്രകാരം കേന്ദ്രമുണ്ടാക്കുന്ന നിയമത്തിനായിരിക്കും പ്രാധാന്യം കൂടുതൽ. അതിനെതിരായിട്ടൊരു സംസ്ഥാന നിയമം ഉണ്ടെങ്കിൽ അത് അസാധുവായി പോകും. അപ്പോൾ അത് കേന്ദ്രം ഇനിയെങ്കിലും ചെയ്യണം. കഴിഞ്ഞ എത്രയോ വർഷമായിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ നൂറുകണക്കിന് കേസുകളൊക്കെ നേരിടേണ്ടി വരികയാണ്. അതിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇത് ഐറ്റം 28 ഓഫ് ദ കൺകറൻറ്റ് ലിസ്റ്റ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പ്രഖ്യാപിച്ച് ആ നിയമത്തിൻ്റെ കീഴിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വിശ്വാസികളെ അത് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും വിശ്വാസികൾ ഇത് നടത്തും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് മറ്റൊരു വിശ്വാസത്തിൻ്റെ മേൽ കുതിര കയറലും ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യാൻ
കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വളരെ സഹായകരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അവിടെ നിന്നും പോയവർ കേന്ദ്ര ഗവൺമെൻറ്റിൽ എത്തിയ ഉടനെ അവർ ട്രെയിൻസും അങ്ങനെയുള്ള സൗകര്യങ്ങൾ നൽകുകയും സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിയമപരമായിട്ടുള്ള കാര്യം കൂടി ചെയ്യണം എന്നുള്ളത് കൂടിയാണ് എനിക്കിതിൽ ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കുറേ കൂടി ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ സമൂഹത്തിന് സാധ്യമാകും എന്നുകൂടി എനിക്ക് ഉറപ്പുണ്ട്.